ഇന്ത്യയിൽ തന്നെ മാത്രമാണ് ഈ രോഗിയെ കൂടെ ഒപ്പമുള്ളവർക്ക് കാണാൻ കഴിയുക. ഈ ICUവിൽ രോഗിയുമായി വല്ലപ്പോഴും ഡോക്ടർമാർ അനുവദിക്കുന്ന 2 മിനിറ്റിന് അപ്പുറം കൂട്ടിരിപ്പുകാർക്ക് പ്രവേശനമില്ല. ആശുപത്രികളിലെ വാർഡ് പോലെ ICUവിലും രോഗിക്ക് ഒപ്പം തന്നെ ഉറ്റവർ നിൽക്കാനും അവരെ പരിചരിക്കാനും അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മിംസിലെ ഒരു ICU യൂണിറ്റിലാണ്. ഈ ICUവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ICUവിൽ രോഗിക്കൊപ്പം ബൈസ്റ്റാൻഡറെയും അനുവദിക്കും എന്നുള്ളതാണ്. ഒരു ICU ഏത് രീതിയിലാണോ ക്രമീകരിക്കേണ്ടത് ആ സംവിധാനങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, വെന്റിലേറ്റർ അടക്കം. ഈ ICUയുടെ പ്രത്യേകതകൾ ICUയുടെ ഡയറക്ടറും സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ അമിത് ശ്രീധരൻ നമ്മളോട് വിശദീകരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ ഇൻറ്റൻസീവ് കെയർ ICU എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഇല്ലാത്ത ഏത് അസുഖങ്ങളാണെങ്കിലും നമുക്ക് അവർക്ക് ഈ ICUവിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലുള്ള മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലി മെമ്പർക്ക് കൂടെ നിൽക്കാൻ പറ്റും എന്നുള്ളത്. ഫാമിലിക്ക് ഒരു ആശ്വാസമുണ്ട്, എന്താണ് റിയൽ ടൈമിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു. നമ്മുടെ റൗണ്ട്സിൽ ഉൾപ്പെടെ അവരുടെ കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് റിയൽ ടൈം അപ്ഡേറ്റ് നമ്മൾ തീരുമാനിക്കുന്ന അപ്പം തന്നെ ഫാമിലീനെ അറിയാനുള്ള ഒരു സാധ്യത കിട്ടുന്നു. അവരുടെ കെയർ, ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ആ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യം, ആ ഒരു ഡിഫറൻസ് ആണ് നമ്മളൊരു എന്താ പറയുക, ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മൾ ICUവിലേക്ക് കൊണ്ടുവരാൻ നമ്മളിപ്പം പ്രയത്നിച്ചതും ഇപ്പം നമ്മൾ നടപ്പിലാക്കിയത്. ഇവിടെ തന്നെ നഴ്സുമാരുടെ മറ്റു ഈ മോണിറ്ററൊക്കെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും. യെസ്, അത് രണ്ട് രീതിയിലുള്ള മോണിറ്ററിംഗ്. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മോണിറ്ററുകൾ കാണാം. അപ്പോൾ ഇവിടെ ഒരു നഴ്സിംഗ് സ്റ്റാഫ്
സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ എൻഡ് മോണിറ്ററിംഗ് ആണ്. നമ്മൾ മോണിറ്ററിംഗ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് യൂഷ്വലി നഴ്സസ് ചെയ്യുമ്പം ബോധത്തിൻ്റെ അളവിലാണെങ്കിൽ അത് നഴ്സസ് ചെയ്യും. ബ്ലഡ് പ്രഷർ, ഓക്സിജൻ, ഇത് ഇങ്ങനെയുള്ള മോണിറ്ററുകൾ ചെയ്യും. അപ്പോൾ എല്ലാവിധ ഏറ്റവും ഹൈ എൻഡ് മോണിറ്ററാണ് ഇവിടെ നമുക്കുള്ളത്. അതുകൂടാതെ വെന്റിലേറ്ററി സപ്പോർട്ട് അല്ലെങ്കിൽ ഡയാലിസിസ് സപ്പോർട്ട്, എക്മോ ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറയുന്നത് എക്മോ ആണ്. ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും നമ്മുടെ പ്രവർത്തനം രഹിതമാകുമ്പോൾ അതിനെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽസ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എക്മോ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലും നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് മറ്റ് ഇത്തരമൊരു സംവിധാനം നിങ്ങൾക്കുള്ള വെല്ലുവിളി എന്താണ്? നമുക്കുള്ള വെല്ലുവിളി ഡെഫിനറ്റ്ലി നമ്മൾ ഇതൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു ഇതാണ് മാറ്റമാണെങ്കിലും ഈ ഒരു രോഗികളുടെ കൂടെ നിൽക്കുമ്പോഴുള്ള നമ്മുടെ പ്രവർത്തനം, ഇപ്പം നമുക്കൊരു പ്രൊസീജിയറുകൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഫാമിലി കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പം സ്റ്റാഫിനും ഡോക്ടർമാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ തമ്മിൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയത്ത് മാത്രം അവരെ പുറത്ത് നിർത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. ICU എന്ന് പറയുന്നത് നമ്മൾ ഒരു അണുവിമുക്തമായ ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ബൈസ്റ്റാൻഡറൊക്കെ ഉണ്ടാകുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ബൈസ്റ്റാൻഡർ പ്രധാനമായിട്ടും അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം. ഇപ്പം നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്ന തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വരാണ്ട് നോക്കണം. അപ്പോൾ അവരുടെ ബാക്കിയുള്ള ഈ കുറച്ചൊരു ടെൻഷൻ, ഇപ്പോൾ ഇൻറ്റൻസീവ് കെയർ എന്ന് പറയുമ്പോൾ വെറുതെ കുറച്ചൊരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ളൊരു പേഷ്യൻ്റാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് കണ്ടു നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മാനസികമായി കുറച്ചൊരു ഉറപ്പുള്ള ഒരാളാവുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇൻഫെക്ഷൻ നമ്മൾ മാറാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം ഒരാൾ നിൽക്കുകയാണെങ്കിൽ അവർ മേ ബി ഒരു പെർട്ടിക്കുലർ 12 hours നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു റൂൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ട് പോവുകയും വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻസിൻ്റെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിൽക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് ഒരു സമയത്തേക്ക് അവർ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ബൈസ്റ്റാൻഡർ ഒരു ഡോക്ടറുടെ അതേ കെയറിൽ നിൽക്കണം. അബ്സല്യൂട്ട്ലി. അവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവരുടെ ഈ രോഗിക്ക് അസുഖം വരാണ്ട് ഇരിക്കാൻ അവർക്കും അതിൽ പങ്കുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഈ ബോധം നിലവാരം കുറഞ്ഞ ആൾക്കാരിലാണെങ്കിൽ ഇവരുടെ സാമീപ്യം അത് നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്താനും പറ്റും, ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി. കാരണം പരിചയമില്ലാത്ത ഡോക്ടർമാരും നഴ്സസും സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല പരിചയമുള്ളൊരു ഫാമിലി മെമ്പർ അടുത്തുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്. ഇപ്പോൾ എന്തുണ്ടാകുമ്പോഴാണ് ഇവർ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്തായാലും ഉണ്ടാവും. കണ്ണൂർ ആസ്റ്റർ മിംസിൽ ലോകമാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ അഡ്വാൻസ്ഡ് ICU സ്യൂട്ടിന് തുടക്കമിട്ടിരിക്കുകയാണ്. വലിയ മാറ്റമാണ് രോഗികളിൽ ഇതുണ്ടാക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ റിനോയ് ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഈ ഇത്തരമൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഈ രോഗികളുടെ ചികിത്സയൊക്കെ തുടങ്ങിയല്ലോ, അവരിലുണ്ടാകുന്ന രോഗികളിൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഏറ്റവും അധികം രോഗികൾക്ക് മാറ്റം വരാൻ സാധ്യതയുള്ളത് ബന്ധുക്കളുടെ സാമീപ്യമാണ്. സ്വന്തം പലപ്പോഴും ICUകളിൽ ഉണ്ടാവുന്നത് ഒരു അവസ്ഥയിലുള്ള രോഗിക്ക് എന്താണെന്ന് അസുഖത്തിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവില്ല. ആരും ഒന്നും പറഞ്ഞു തരുന്നുണ്ടാവില്ല. അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും കാണില്ല. ഏതോ ഡോക്ടർമാർ, ഏതൊക്കെയോ സിസ്റ്റർമാർ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പം രോഗികൾ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയും കടന്നു പോകും. ചില സമയത്ത് അതൊന്നും ആലോചിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. എന്നാലും അത് ഇമ്പ്രൂവ് ആയി വരുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ കാണാതെ രോഗികൾ വളരെയധികം ഡിസ്ട്രെസ്സിലൂടെ എല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം സെഡേഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുറക്കാൻ പറ്റുന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ പേഷ്യൻസിന് കുറച്ചും കൂടി പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അവരുടെ ഓവറോൾ ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽ സ്റ്റേ കുറയും, അവരുടെ ചിലവ് കുറയും, വെന്റിലേറ്ററിൽ നിൽക്കേണ്ട ദിവസങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല അഡ്വാൻറ്റേജസും നമ്മളിതിൽ കാണും. അങ്ങനെ അത് നിങ്ങളുടെ ഇത്രയും ദിവസത്തെ ഒരു അനുഭവത്തിൽ അത് പ്രായോഗിക തലത്തിലേക്ക് വന്നു? തീർച്ചയായും. ICUവിൻ്റെ ഉള്ളിൽ പലപ്പോഴും സംഭവിക്കുക, പഴയ ഒരു ട്രഡീഷണൽ ICUവിൽ കാറ്റോ വെളിച്ചോ ഒന്നും കിടക്കാത്ത ആൾക്കാർക്ക് ഇത് പകലാണോ രാത്രിയാണെന്ന് കൂടി മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു റൂമിലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ജനലിലൂടെ പുറത്തോട്ട് കാണുമ്പോഴും ആകാശം അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രാത്രിയാണ് പകലാണെന്നുള്ളത് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മളുടെ ഇത് കുറച്ചൊരു മാറ്റം വരും. കൂടെ ആൾക്കാരുണ്ടാവുന്നു, പരിചയമുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പം അവരുടെ മാനസികമായ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട്. അത് അവരെ വളരെയധികം സഹായിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഭാവി ICU ഏതായാലും ഈ രീതിയിലേക്ക്
ഇങ്ങനെ പ്രചരിക്കുകയാണ് ആളുകൾക്കിടയിലേക്ക്. തമാശയാണെങ്കിലും അത് വലിയ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. ആ കോമഡി സ്കിറ്റ് എന്നവർക്ക് ഒരു നിമിഷ നേരത്തെ ഒരു ചെറിയ ആ ചിരി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും രോഗി അത് കാണുന്നവർക്ക് വളരെ രീതിയിലാണ് ഇതിനെപ്പറ്റി കൺസെപ്റ്റ് വരുന്നത്. നമ്മളെത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത കാര്യം ഇതിലൂടെ അവർ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം മാറാൻ ഇത് സഹായിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ 6 ദിവസത്തോളം വെന്റിലേറ്ററിലുണ്ടായിരുന്ന അച്ഛനൊപ്പം ICUവിൽ തന്നെ നിൽക്കാൻ പറ്റിയതിന്റെ അനുഭവവും അതിനുശേഷം അച്ഛനുണ്ടായ മാറ്റവും മകൾ പറയുന്നത് കേൾക്കുക. ഇപ്പോൾ നമ്മളോടൊപ്പം രോഗിയുടെ ബൈസ്റ്റാൻഡർ കൂടി ചേരുകയാണ്. ഇപ്പോൾ ഒരു പുതിയ അനുഭവം, ഇന്ത്യയിൽ തന്നെ മറ്റൊരു ആശുപത്രിയിലും ഇത്തരം സംവിധാനം ഇല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അനുഭവം എന്താണ്? ആക്ച്വലി എൻ്റെ അച്ഛനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആളുടെ വയ്യായ്മ കേട്ട് ഞാൻ അബ്രോഡിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അച്ഛനെ കാണുന്ന സമയത്ത് ഉണ്ടായ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യാസമുണ്ട്. വെന്റിലേറ്ററിലായിരുന്നു ആൾ 6 ദിവസം. പക്ഷെ ആ സമയത്തുണ്ടായ ഡോക്ടേഴ്സിൻ്റെ പെട്ടെന്നെടുത്ത ഒരു ഡിസിഷനും അതൊക്കെയാണ് അച്ഛനെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്, അമ്മയാണ്. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളെ പറ്റി ഒന്നും പറയാനില്ല. കാരണം നമ്മളിപ്പോൾ ഉള്ളൊരു ICU പോലത്തെ ഒരു വാർഡിലാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഉള്ളിലുള്ള രോഗിക്ക് എന്താ അവസ്ഥ എന്നറിയാതെ പുറത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. നമുക്ക് നമ്മുടെ രോഗിയുടെ കൂടെ തന്നെ ആൾക്ക് നമ്മളെ കാണാനും നമുക്ക് ആളെ കാണാനും 24 hours നമ്മളെപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വരുന്ന നഴ്സുമാർ ഇവിടെയുണ്ട്. ഡോക്ടേഴ്സ് ആയാലും പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകളായാലും എല്ലാം നമുക്ക് ഒരു ടെൻഷനില്ല. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പോലെ എല്ലാവരും ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. പക്ഷേ നമുക്ക് ആദ്യമൊക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. വെന്റിലേറ്ററിലാകുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂർ നമ്മുടെ പേഷ്യൻറ്റിന് കൂടെ നമുക്ക് നിൽക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് ഇവരുടെ സേവനം ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അച്ഛൻ ഇത്ര പെട്ടെന്ന് റിക്കവർ ആവാനുള്ള റീസൺ തന്നെ നമ്മളെ കൂടെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവരുടെ സേവനത്തിനെ പറ്റി പറയാൻ ഒന്നുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാം നമുക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയില്ല. എല്ലാം നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാനോടെ പറ്റിയിട്ടുണ്ട്. അടിമുടി മാറുകയാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം. മിംസിന്റെ ഈ അത്യാധുനിക സംവിധാനത്തെക്കുറിച്ച് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ പറയുന്നത് കൂടി കേൾക്കുക. പേഷ്യന്റിന് രോഗം സുഖാകുന്നതിൽ മാനസിക നിലവാരം ഒരു പ്രധാന ഘടകമാണ്. ഒരു അസ്വസ്ഥത ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഞങ്ങളെല്ലാം വന്നിട്ട് ചിലപ്പോൾ ചില പേഷ്യൻറ്റിനെ കാണാൻ നിങ്ങളുടെ പെർമിഷൻ ചോദിച്ച് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ കയറി എനിക്ക് ചിലപ്പോൾ ഒരു കുറ്റബോധം ചിലയിടത്ത് കയറാണ്ട് പോയിട്ടുണ്ട്. ബന്ധുക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരെയും എല്ലാ സമയവും കയറ്റാൻ പറ്റില്ലല്ലോ, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ പരിശോധിച്ച ഒരാൾ കൂടെ നിൽക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും വളരെ നല്ല ഒരുപാട് പേഷ്യൻസിന് ആശ്വാസം ഉണ്ടായിട്ടല്ലേ. കാലത്തിനൊപ്പം ലോക നിലവാരത്തിലേക്ക് കണ്ണൂരിന്റെ ആരോഗ്യമേഖലയെ നയിക്കുകയാണ് കണ്ണൂർ ആസ്റ്റർ മിംസ്. ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ, വിദഗ്ധരായ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. മിംസിനെ വേറിട്ട് നിർത്തുന്നതും ഈ സംവിധാനങ്ങളൊക്കെയാണ്. ICUവിൽ എന്ത് നടക്കുന്നു എന്നത് രോഗിയുടെ ഒപ്പമുള്ളവർക്ക് കാണാനുള്ള സംവിധാനമാണ് ഇവിടെ.